ഫ്രണ്ട്സ് എല്ലാവർക്കും തിരുവോണാശംസകൾ കേട്ടോ. എല്ലാ എൻ്റെ ചങ്ക് ഫ്രണ്ട്സിനും. നമ്മൾ പ്രവാസികളാണെങ്കിലും ചില സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധനങ്ങൾ കുറഞ്ഞു. ഇതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ചുണ്ടാക്കി. ഞാൻ ഇരുന്നുണ്ടാക്കിയത് കേട്ടോ. എല്ലാം ഇതിൽ ഒരാൾ കൈകടത്തിയിട്ടില്ല. അപ്പം എന്തൊക്കെയെന്ന് കാണാം കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ പുളിയും കറി, അതായത് പൈനാപ്പിൾ പച്ചടിയോ എന്തോ, പൈനാപ്പിൾ മധുരക്കറി. ഇപ്പോൾ പരിപ്പാണ് കേട്ടോ. ഇത് പരിപ്പിൻ്റെ കൂടെ നെയ്യ് വെച്ചിട്ടുണ്ട്. നെയ്യ് കൂട്ടി കഴിക്കാം. അപ്പോൾ പരിപ്പിനെ നമ്മൾ താളിക്കൂല, അതാണ്. ബീട്രൂട്ട് കറി, ബീട്രൂട്ട് പച്ചടി, അവിയൽ, സാമ്പാർ, നല്ല ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട മോര്, ക്യാബേജും ക്യാരറ്റും കൂടെയുള്ള തോരൻ, അച്ചിങ്ങ മെഴുക്ക് വരട്ടി തന്നെ വെച്ചതായിട്ടാവും. ഉള്ളിക്കറി ഉണ്ടാക്കിയത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വലിയ നാരങ്ങയുടെ അച്ചാർ, അത് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചെടുത്ത് പുറത്തേക്ക് വെച്ചതായിട്ടോ. പിന്നെ ഇത് പുളിയിഞ്ചി നമ്മൾ അതും ഞാൻ കുറച്ചുണ്ടാക്കി ഒരു ബോട്ടിലേക്ക് ഇട്ട്. ഇത് ഇഞ്ചിക്കറി, നമ്മുടെ ഇഞ്ചി വഴറ്റിയിട്ട് പൊടിച്ചെടുത്ത ഇഞ്ചിക്കറി. അപ്പോൾ ഇത് 4 തരം: ഉള്ളിക്കറി, വലിയ നാരങ്ങക്കറി, പുളിയിഞ്ചിക്കറി, ഇഞ്ചിക്കറി എന്ന് പറയുന്നത് ഇഞ്ചി ഇടിച്ച് പൊടിച്ച് വെച്ചതൊക്കെ. പായസം ഞാൻ അടയും മേടിച്ചു, പക്ഷെ അട ഇന്ന് വെക്കണ്ടെന്ന് വിചാരിച്ചു. സേമിയും അടയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഇട്ടുണ്ടാക്കിയത് കേട്ടോ. പാല് വെച്ചുണ്ടാക്കിയതാണേ. അപ്പോൾ അതിൽ എല്ലാം താളിച്ചിട്ടിട്ടുണ്ട്. മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അടപ്രഥമൻ ഇന്ന് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക്, നമ്മുടെ ഹസ്ബൻഡിന് ഷുഗറായതുകൊണ്ട് എല്ലാം കൂടെ കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇത് വേറൊരു ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിന് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കണ്ടേ, അതുകൊണ്ട് വേറൊരു ദിവസം. പിന്നെ അത് ചോറ് വെച്ചിട്ടുണ്ട്. പപ്പടം, ചക്കവരട്ടി, കായ് ഉപ്പേരി, നമ്മുടെ നെയ്യ് പരിപ്പിൽ ഒഴിക്കാനാണ്. നെയ്യ് പരിപ്പിൽ ഒഴിക്കുമല്ലോ, അത് കഴുകണം. മോൻ്റെ 2 കൂട്ടുകാരൊക്കെ വരും, എന്നിട്ട് വെക്കും. പഴം, നമ്മുടെ കദളിപ്പഴമാണ് കിട്ടിയത്. പാളയംതോടം പുള്ളി മേടിക്കാൻ പോയിട്ടുണ്ട്, അത്. പിന്നെ നമുക്കൊരു സ്വീറ്റ്, ഒരു നെയ്യപ്പം പോലെ ഒരു സ്വീറ്റ്, അത് കേട്ടോ. ഇത്രയൊക്കെ തന്നെയാണ്. ഇതിൽ ഓലൻ വെക്കാൻ വേണ്ടി വലിയ പയറ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മേടിച്ച്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രവാസികളുടെ എൻ്റെ കേട്ടോ ഒരു ചെറിയ തിരുവോണം. അപ്പോൾ ഇന്ന് എല്ലാവരും അവധിയെടുത്തു. മോൻ പോയിട്ടുണ്ട്, ഉച്ചയ്ക്ക് വരും. പിന്നെ മോളുണ്ട്, ഇന്ന് അവധിയെടുത്തു. ഇന്ന് അവർക്കൊന്നും അവധിയൊന്നും ഇല്ല കേട്ടോ, അവധിയെടുത്തു. അപ്പോൾ മോൻ്റെ 2 കൂട്ടുകാരും വരും. അപ്പോൾ അതിലേക്ക് പുള്ളി വന്ന് കഴുകി തരും കേട്ടോ. ഇതെല്ലാം ഞാൻ തന്നെ പണിയെടുത്തുകൊണ്ട് 3 മണിക്ക് എണീറ്റത് കേട്ടോ എല്ലാം വെക്കാം. പിന്നെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി, ചട്നി ഉണ്ടാക്കി, ഇഡ്ഡലിയൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും തിരുവോണാശംസകൾ.